ആഗോള മോണ്ടിസോറി വിദ്യാഭ്യാസ ഉച്ചകോടി ജൂൺ 6-ന് കോഴിക്കോട്ട് നടക്കും. പുതുതലമുറയുടെ വിദ്യാഭ്യാസം മുഖ്യ പ്രമേയമാക്കിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന 21ാമത് സമ്മേളനം വേൾഡ് മോണ്ടിസോറി കൗൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നർമ്മദ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. ഇതേപോലെ എഡ്യൂക്കേഷനിൽ 3 years 4 years അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 4th സ്റ്റാൻഡേർഡ് വരെ വരുന്ന സമയത്ത് 10 വയസ്സ് 11 വയസ്സ് വരെ എഡ്യൂക്കേഷൻ എങ്ങനെയാണോ കിട്ടുന്നത് അതാണ് ശരിക്കും ആക്ച്വലി ദേ ആർ ഗ്രോയിങ് ആസ് എ കോമ്പിറ്റന്റ് സിറ്റിസൺ ആൻഡ് കോമ്പിറ്റന്റ് പ്രൊഫഷൻ. ഇവിടാണ് ഈ ഒരു ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നോക്കാം. ആ അർത്ഥത്തിൽ ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്തി നമ്മുടെ പബ്ലിക് സ്കൂളുകളിൽ കോമൺ ആയിട്ട് പബ്ലിക് സ്കൂളുകളിൽ എയ്ഡഡ് സ്കൂളാവട്ടെ ഗവൺമെന്റ് സ്കൂളാവട്ടെ ഇവിടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് പോലും ഈ സബ്ജക്റ്റിലൂടെ നടത്തണം എന്നുള്ളത്. വേൾഡ് മോണ്ടിസോറി കൗൺസിലും കോഴിക്കോട് ആസ്ഥാനമായ ഭാരത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും സംയുക്തമായാണ് ആദ്യമായി മോണ്ടിസോറി വിദ്യാഭ്യാസ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് വേദി ഓഡിറ്റോറിയത്തിൽ വെച്ച് ജൂൺ 6-ന് വേൾഡ് മോണ്ടിസോറി കൗൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നർമ്മദ നാരായണൻ വിദ്യാഭ്യാസ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. പുതിയ ദേശീയ വിദ്യാഭ്യാസ പോളിസി പ്രകാരം സർക്കാർ സ്വകാര്യ വിദ്യാലയങ്ങളിലും അധ്യാപക പരിശീലന സ്ഥാപനങ്ങളിലും ശിശു സൗഹൃദമായ മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായം ഉൾപ്പെടുത്തണമെന്ന പ്രമേയം ഉച്ചകോടിയിൽ അവതരിപ്പിക്കും. വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 8592813331 എന്ന ഫോൺ നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. വാർത്താ സമ്മേളനത്തിൽ ഭാരത് എഡ്യൂക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ ഇ ഷംസുദ്ദീൻ, വേൾഡ് മോണ്ടിസോറി കൗൺസിൽ പ്രതിനിധി ഡോക്ടർ PK നൌഷാദ്, പ്രോഗ്രാം ഡയറക്ടർ അബ്ദുറഹിമാൻ വൈലങ്ങര, ഹസീന P, ഇല്യാസ് T എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.